തിരുവനന്തപുരം വർക്കലയിലെ സ്വാതി എന്ന യുവതി കണ്ണീരും ചോരയും കൊണ്ട് എഴുതിയതാണ് ആ ആത്മഹത്യക്കുറിപ്പ്. ഭർതൃഗൃഹത്തിൽ വെച്ച് സഹിക്കേണ്ടി വന്ന മാനസികവും ശാരീരികവുമായ കൊടിയ പീഡനത്തെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവളെ മരണത്തിലേക്ക് തള്ളിവിട്ട ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് 8 മാസത്തോളം വേണ്ടിവന്നു. വർക്കലയിൽ ഭർതൃപീഡനത്തെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ കേസിൽ ഭർത്താവ് സൊബിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. സ്വാതിയുടെ മൃതദേഹത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റ അടയാളങ്ങൾ കണ്ടെത്തിയത് കേസിൽ ദുരൂഹത വർദ്ധിപ്പിച്ചിരുന്നു. വർക്കല തച്ചോട് പനയറ ചിത്രവീട്ടിൽ സ്വാതി ദേവിനെ 8 മാസങ്ങൾക്ക് മുൻപ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. 30ാമത്തെ വയസ്സിലാണ് ആ യുവതി ജീവനൊടുക്കിയത്. സ്വാതി എഴുതിയ ഡയറിക്കുറിപ്പുകളും ആത്മഹത്യാക്കുറിപ്പും പോലീസ് അന്ന് തന്നെ കണ്ടെടുത്തിരുന്നു. യുവതിയുടെ കൈപ്പടയിൽ എഴുതിയ ഡയറിക്കുറിപ്പുകളും ആത്മഹത്യാക്കുറിപ്പും വായിച്ചതോടെ യുവതിയുടെ മരണത്തിൽ ഭർത്താവിനുള്ള പങ്ക് പോലീസിന് അപ്പോൾ തന്നെ മനസ്സിലായി. യുവതി മരിച്ച് 16 ദിവസങ്ങൾ പിന്നിട്ടുള്ള ചടങ്ങുകൾക്ക് ശേഷം പോലീസ് യുവതിയുടെ വീട്ടിലെത്തി. പെൺകുട്ടിയുടെ ഡയറിക്കുറിപ്പുകളും ആത്മഹത്യാക്കുറിപ്പിനെയും കുറിച്ച് കുടുംബാംഗങ്ങളോട് പോലീസ് ചോദിച്ചറിഞ്ഞു. ഭർതൃഗൃഹത്തിൽ യുവതിക്ക് മാനസികമായും ശാരീരികമായും കൊടിയ പീഡനം സഹിക്കേണ്ടി വന്നുവെന്ന ഡയറിക്കുറിപ്പുകളിലും ആത്മഹത്യാക്കുറിപ്പിലും വ്യക്തമായിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൃതദേഹം പരിശോധിച്ചപ്പോൾ ക്രൂരമായി മർദ്ദിച്ച അടയാളങ്ങൾ ശരീരത്തിൽ ഉണ്ടായിരുന്നതായി പോലീസ് ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. യുവതിയുടെ ബന്ധുക്കൾ സൊബിനെതിരെ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് ചുമത്തിയതെന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇതിനെ തുടർന്ന് യുവതിയുടെ കുടുംബം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. ഞങ്ങൾ റിട്ടായിട്ട് കംപ്ലൈൻറ്റ് കൊടുത്ത് അത് അവിടെ തന്നെ നിന്ന് പോവേണം, അവരെ അറസ്റ്റ് ചെയ്യുകയോ വേറെ ഒന്നും ചെയ്യുന്നില്ല. അവരുടെ മോളിൽ നിന്ന് സ്വാധീനമുണ്ട്. നമുക്ക് എന്തായാലും രാഷ്ട്രീയ സ്വാധീനമില്ല. നേരിട്ട് ഇതിൽ സ്റ്റേഷനിൽ കൊടുക്കുകയാണ് ചെയ്തത്. ഇത് ഒന്നും നടക്കാതെ വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്ന് ഈ മരിച്ച അനുജത്തി MBA പഠിക്കുന്നതാണ്, അവളെ കൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് വർക്കല മുൻ DYSP ഗോപകുമാറിന്റെ നേതൃത്വത്തിലായി അന്വേഷണം. വിശദമായ അന്വേഷണത്തിനൊടുവിൽ ഭാരതീയ ന്യായ സംഹിതയിലെ 85, 108 എന്നീ വകുപ്പുകൾ പ്രകാരം യുവതിയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ പീഡനമാണ് പ്രതി നടത്തിയിട്ടുള്ളതെന്ന് പോലീസ് കണ്ടെത്തി. പ്രതി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുന്നതിന് പ്രതിക്ക് നിർദ്ദേശവും നൽകി. എന്നാൽ പ്രതി ഹാജരായില്ല. അതിനുശേഷം ഒളിവിൽ കഴിഞ്ഞു വരവെയാണ് പ്രതിയെ DYSP ബിജു വി നായരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് പിടികൂടുന്നത്. അംഗങ്ങളായ വിനോദ്, ഗോപകുമാർ, ഹരീഷ്, ബാലു, ധന്യ, പ്രദീപ്, വിഷ്ണു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ വർക്കല കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 വർക്കല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.